വയനാട്ടിലേക്ക് പോകാം. വയനാടിൻ്റെ പ്രകൃതി മനോഹാരിത ആരെയും മനം മയക്കുന്നതാണ്. വയനാട്ടിൽ സഞ്ചാരികൾ അറിയാത്ത നിരവധി മനോഹര ഇടങ്ങളുണ്ട്. വയനാട്ടിലെ കാരാപ്പുഴ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്തെ നെല്ലാറച്ചാൽ വ്യൂ പോയിന്റ് അത്തരത്തിൽ സഞ്ചാരികൾ അറിയാത്ത മനോഹരമായ അനുഭവം നൽകുന്ന ഇടമാണ്. ഇവിടെ ജില്ലയിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര ഇടമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. വയനാട് അമ്പലവയൽ നെല്ലാറച്ചാലിൽ നിന്നും രതീഷ് ബാസിന്റെ റിപ്പോർട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ന്യൂസ് 18 ഗുഡ് മോർണിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിരവധി വാർത്തകളുള്ള ഒരു വാർത്താ ദിനമാണ്. നല്ലൊരു വാർത്താ ദിനം പ്രേക്ഷകർക്ക് ആശംസിക്കുകയാണ്. ശാന്തമായ മനോഹരമായ വൈകുന്നേര കാഴ്ചകളാണ് വയനാട് അമ്പലവയൽ നെല്ലാറച്ചാലിലുള്ളത്. കാരാപ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്താണ് ഈ മനോഹരമായ വെള്ളപ്പരപ്പുകളും വശ്യമായ പുൽമേടുകളുമുള്ളത്. പുതിയ വിനോദസഞ്ചാര സാധ്യതയും ഇടങ്ങളും തേടുകയാണ് വയനാടൻ ഗ്രാമീണ പ്രദേശങ്ങൾ. ഇപ്പോൾ നെല്ലാറച്ചാലിൻ്റെ കാരാപ്പുഴ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമായ നെല്ലാറച്ചാലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് അമ്പലവയൽ ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്കിവിടെ ഈ നെല്ലാറച്ചാൽ ഇവിടെ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിപ്പെടാം. ഇവിടെ ഇപ്പം ആരുടെയും അനുമതി ഇല്ലാതെ തന്നെ യാതൊരു ടൂറിസം വികസനവും ഇല്ലാതെ ഈ പോയിന്റിൽ നിത്യേന സന്ദർശകർ, നൂറുകണക്കിന് സന്ദർശകർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വൈകുന്നേരമായാൽ ഈ സൂര്യൻ്റെ ഈ അസ്തമയ കിരണങ്ങൾ കാണാനും പിന്നെ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദ്വീപുകൾ ഉൾപ്പെടെ സന്ദർശിക്കാൻ വേണ്ടി നൂറുകണക്കിന് സന്ദർശകർ പ്രതിദിനം ഒരു പരസ്യവുമില്ലാതെ ഒരു വികസനവുമില്ലാതെ എത്തിപ്പെടുകയാണ്. ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള ഡാമിന്റെ വൃഷ്ടിപ്രദേശം അവർ കൈമാറുക എന്നതാണ് പദ്ധതി വിപുലീകരണത്തിന്റെ ആദ്യഘട്ടം. ബോട്ടിങ്ങും ഉല്ലാസ തീവണ്ടിയും മഡ് ഹൗസും വിഭാവനം ചെയ്യുന്ന പദ്ധതികളിൽ ചിലതാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ അവിടുന്ന് പിക്ക് ചെയ്ത് നമ്മുടെ ഈ ഫുഡ് പോയിന്റുകളെല്ലാം ഭക്ഷണം കഴിച്ച് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ച് ഇവിടെ തന്നെ ഈ മനോഹരമായ പച്ചപ്പിൽ മഡ് ഹൗസിനകത്തൊക്കെ താമസിപ്പിച്ച് വയനാടിൻ്റെ മനോഹാരിതെല്ലാം കണ്ട് സംതൃപ്തിയോടെ 2, 3, 4 ദിവസം കഴിഞ്ഞ് അവർക്ക് മടങ്ങിപ്പോകാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു വയനാട്ടിലെ ഈ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പോയിന്റുകളൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസ്റ്റ് പാക്കേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. അതിനുതകുന്ന നല്ല പ്രദേശവും പ്രകൃതി ഭംഗിയും ഈ നെല്ലാർച്ചാൽ പ്രദേശത്ത് ഒത്തുണങ്ങിയിരിക്കുകയാണ്. വയനാടിന്റെ സ്വാഭാവിക കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും പരിക്കേൽക്കാതെയുള്ള ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയാണ് വയനാടൻ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഭാവിയിൽ മുതൽക്കൂട്ടാകുക എന്ന തിരിച്ചറിവാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് രതീഷ് വാസുദേവൻ, ന്യൂസ് 18